നമസ്കാരം. നമുക്ക് മോഷൻ്റെ പ്ലെയിൻ്റെ 5ാമത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വാട്സാപ്പിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള നോട്ട്സാണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായിട്ടാണ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസയാവും. നിങ്ങൾ മാക്സിമം നോട്ട് എഴുതി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എക്സാം പോയിന്റ് എന്ന് പറഞ്ഞ ബുക്കുണ്ട്, അത് വാങ്ങിക്കുക. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പ്രിഫർ ചെയ്യാം. പരീക്ഷ ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും ഏകദേശം മെയ് അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ പരീക്ഷ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ട് കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്ത നോട്ടിൻ്റെ 2ാമത്തെ പേജിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. എ പേഴ്സൺ വാക്സ് 3 kilometers towards north, then turns right and walk another 4 kilometers. Question: find his displacement, bracket both magnitude and direction. Also find the total distance traveled. ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് 3 kilometers towards north എന്ന് കാണിച്ചിട്ടുണ്ട്. ടേൺസ് റൈറ്റ് അല്ലേ, എന്നിട്ട് 4 kilometers. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ആണ്. അപ്പൊ അത് നമുക്ക് വെക്ടർ R നമുക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇത് സപ്പോസ് വെക്ടർ എ, ഇത് സപ്പോസ് വെക്ടർ ബി ആണെങ്കിൽ നമുക്കറിയാം R ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് നോക്കുക, ഇത് തമ്മിലുള്ള ആംഗിൾ, ഇതാണ് വെക്ടർ എയുടെ ഡയറക്ഷൻ, ഇതാണ് വെക്ടർ ബിയുടെ ഡയറക്ഷൻ. അപ്പൊ ഇത് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, 90 ഡിഗ്രി ആണെങ്കിൽ കോസ് 90 0 ആണ്. അപ്പൊ R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 90. കോസ് 90 0 ആണ്. ഇനി എ സ്ക്വയർ മീൻസ് 3 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 plus 16. 9 plus 16 means root 25 is equal to 5 meter. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഡയറക്ഷൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. തീറ്റ ഈസ് ആൽഫ. സപ്പോസ് ആൽഫ ഈസ് ആംഗിൾ മെയ്ഡ് ബൈ ദ റിസൾട്ടന്റ് വിത്ത് 3 kilometer. അല്ലെങ്കിൽ എ വെക്ടർ ആണെങ്കിൽ നമ്മൾ ടാൻ ആൽഫ പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് 4 ആണ്, അഡ്ജസന്റ് സൈഡ് 3 ആണ്. അപ്പൊ ആൻസർ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു 4/3 വരും. അപ്പൊ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടി, ഡയറക്ഷൻ കിട്ടി. ഇനി അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 kilometer പ്ലസ് 4 kilometer. അപ്പൊ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 3 plus 4, അതായത് 7 kilometer വരും. ഡിസ്പ്ലേസ്മെന്റ് 5 kilometer ആണ്, 5 kilometerഉം ഡിസ്റ്റൻസ് 7 kilometer വരും. ക്ലിയർ ആയല്ലോ? ഇനി പേജിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ 8 ആണ്, നോക്കാം. അതായത് പിക്ചറിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, 2 ഫോഴ്സസ് ആണ് ആക്ട് ചെയ്തിരിക്കുന്നത് ഒരു ബോഡിയിൽ. ഒരു ഫോഴ്സ് തന്നിരിക്കുന്നത് 60 ന്യൂട്ടൺ ആണ്, മറ്റൊരു ഫോഴ്സ് 80 ന്യൂട്ടൺ ആണ്. തമ്മിലുള്ള ആംഗിളും തന്നിട്ടുണ്ട് 60 ഡിഗ്രി. ഇവിടെ മാഗ്നിറ്റ്യൂഡും ചോദിച്ചിട്ടുണ്ട്, ഡയറക്ഷനും ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് കാണാനായിട്ട് പാരലോഗൽ ലോയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ R ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ FR, റിസൾട്ടന്റ് ഫോഴ്സ് FR നമുക്ക് കൊടുക്കാം. FR ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 cos theta plus 60 square plus
80 square plus 2 into 60 into 80 into cos 60. Cos 60 1/2 ആണ്. ഇതിൻ്റെ 3600 എടുക്കാം. ഇത് 6400 എടുക്കാം. 1/2 ഇത് തമ്മിൽ ക്യാൻസൽ ആയി പോകും. അപ്പോൾ 4800 എടുക്കാം. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 14800 കിട്ടും. അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 121.6 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ഇവിടെ ഡയറക്ഷൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ആൽഫ എന്നിരിക്കട്ടെ. അപ്പോൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ആൽഫ എന്ന് പറയുന്നത് ആംഗിൾ മെയ്ഡ് ബൈ ദ റിസൾട്ടന്റ് വിത്ത് 80 ന്യൂട്ടൺ ഫോഴ്സ് ആണ്. അപ്പോൾ ടാൻ ആൽഫയിൽ പറയുന്ന 60 ന്യൂട്ടൺ സൈൻ 60 ഡിവൈഡഡ് ബൈ 80 പ്ലസ് 60 കോസ് 60. സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. 80 പ്ലസ് 60 കോസ് 60 1/2 ആണ്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് 30√3 ഡിവൈഡഡ് ബൈ 80 പ്ലസ് 30 110 കിട്ടും. ഇത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുക. അപ്പൊ ആൽഫയുടെ വാല്യൂ ഇതിന് വാല്യൂ 0.47 എന്ന് കിട്ടും. ഓർ ആൽഫ കാണാനായിട്ട് ഈ കാൽക്കുലേറ്റർ എടുക്കുക, ഓൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ ഷിഫ്റ്റ് നിൽക്കുക. ഷിഫ്റ്റ് നിൽക്കിയിട്ട് ടാൻ്റെ അവിടെ നിൽക്കുക. ടാൻ്റെ അവിടെ 0.47 അടിച്ചു കൊടുക്കുക. അപ്പൊ ആൻസർ 25 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് സയന്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഇല്ല എങ്കിൽ ഇത്ര എഴുതി വെച്ചാലും മതി. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ ചെറിയൊരു മാർക്കിന്റെ വേരിയേഷനിൽ നിങ്ങൾക്ക് തരും. അപ്പോൾ എന്തായാലും ശരി, ഇങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്. അത് പ്രാക്ടീസ് ചെയ്യുക. 9ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A motor boat is racing towards north at 25 km/h and water current in that region is 10 km/h in the direction 60 degree east or south. Find the resultant velocity of the boat. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്കൊരു പിക്ചർ വരച്ച് നോക്കണം. ഇപ്പോൾ നോർത്ത് ഇതാണ് ന്യൂസ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് a motor boat is racing towards north at 25 km/h. 25 km/h. അടുത്ത ശ്രദ്ധിക്കാം. Water current in that region is 10 km/h in the direction 60 degree east or south. East or south 60 degree. അപ്പൊ ഇവിടുന്ന് 60 degree. ഇത് 60 degree ആണ്. 60 degree east or south. അപ്പൊ 10 km/h. Question: find the resultant velocity of the boat. അപ്പോൾ ഇവിടെ നമുക്കൊരു പാരലോഗ്രാം കംപ്ലീറ്റ് ആക്കണം. ഇതാണ് റിസൾട്ടന്റ് വെലോസിറ്റി. അപ്പോൾ റിസൾട്ടന്റ് വെലോസിറ്റി കാണാനായിട്ടുള്ള ശ്രദ്ധിക്കാം. ഈ ആംഗിൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 30 ഡിഗ്രി വരും. ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ 25 km/h and 10 km/h എന്നാണ് 90 പ്ലസ് 30 120 ഡിഗ്രി വരും. അപ്പോൾ VR ഈസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക 25 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ 2 into
25 into 10 into cos 120 degree. 90 plus 30 120 degree. ഇവിടെ ശ്രദ്ധിക്കുക 625 plus 100 plus 2 into 250 കോസ് ഇവിടെ ശ്രദ്ധിക്കുക കോസ് 120 എന്ന് പറയുന്നത് കോസ് 90 പ്ലസ് 30 ആണ്, അതായത് മൈനസ് സൈൻ 30 ആണ്. രണ്ടാമത്തെ ക്വാഡ്രന്റ് വരും. രണ്ടാമത്തെ ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്. അപ്പോൾ കോസ് 90 പ്ലസ് 30 എന്തായിട്ട് മാറും? മൈനസ് സൈൻ 30 ആയിട്ട് മാറും. ഈക്വൽ ടു മൈനസ് 1/2. ഇവിടെ മൈനസ് 1/2 കൊടുക്കുക. ഇത് ക്യാൻസൽ ആയി പോവും. അപ്പോൾ ഇവിടെ 725 മൈനസ് 250, അതായത് 475 വരും. റൂട്ട് 475. അതിൻ്റെ ആൻസർ 21.79 km/h എന്ന് കിട്ടും. ഇത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. 21.79 km/h വരും. റിസൾട്ടന്റ് വെലോസിറ്റി മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് 2-3 പ്രാവശ്യമായിട്ട് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. On a certain day, rain was falling vertically with a speed of 35 meters per second. Rain was falling 35 meters per second. A wind started blowing after some time with a speed of 12 meters per second in the east to west direction. East to west direction ആണ് വിൻഡ്. വിൻഡിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 12 കിലോമീറ്റർ പെർ meter per second. In which direction should a boy waiting at the bus stop hold his umbrella? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ബോയ് അറ്റ് റെസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് റിസൾട്ടന്റ് വെലോസിറ്റി കാണാമല്ലോ. അപ്പോൾ റിസൾട്ടന്റ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഇതാണ് റിസൾട്ടന്റ് വെലോസിറ്റി. ഈ ആംഗിൾ ആൽഫ എന്ന് കൊടുക്കാം. ഈ ഡയറക്ഷനിലായിരിക്കണം ആ കുട്ടി എന്ത് ചെയ്യേണ്ടത്? അംബ്രല്ല പിടിക്കേണ്ടത്. അംബ്രല്ല പിടിക്കേണ്ട ഈ ഡയറക്ഷനാണ്. അപ്പൊ ഈ ആൽഫ കണ്ടുപിടിച്ചാൽ മതി. tan alpha is equal to opposite side. Opposite side means 12 ആണ്. അഡ്ജസന്റ് സൈഡ് 35 ആണ്. അപ്പൊ ടാൻ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻസർ 0.342 എന്ന് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ ഈ കാൽക്കുലേറ്റർ എടുക്കുക, ഓൺ ചെയ്യുക, ഷിഫ്റ്റ് നിൽക്കുക, ടാനിൻ്റെ അവിടെ നിൽക്കുക, 0.342 കൊടുക്കുക. അപ്പൊ ആൻസർ ആൽഫ ഇസ് ഈക്വൽ ടു 18.8 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ആ കുട്ടി ഈ ഡിഗ്രിയിൽ അംബ്രല്ല പിടിച്ചു കഴിഞ്ഞാൽ മഴ നനയത്തില്ല. ഇതാണ് ക്വസ്റ്റ്യന്റെ മീനിങ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. A man can swim with a speed of 4 km/h in still water. നിശ്ചലമായിരിക്കുന്ന വെള്ളത്തിൽ അയാൾക്ക് 4 km/h തുഴയാൻ പറ്റും. How long does he take to cross a river 1 kilometer wide? എത്ര സമയം എടുക്കും 1 കിലോമീറ്റർ വീതിയുള്ള നദി കടക്കാനായിട്ട്? അപ്പൊ ആ നദി എന്ന് വെച്ചാൽ റിവർ എന്ന് പറയുമ്പോൾ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നിട്ടുണ്ട് 3 km/h ആണ്. അതിൻ്റെ ഒരു ക്ലൂ കൂടെ പറഞ്ഞിട്ടുണ്ട്. He makes his strike normal to the river current.
വെള്ളം എങ്ങോട്ടാണ് ഒഴുകണമെങ്കിൽ അതിന് നോർമലായിട്ടാണ് ആ കുട്ടി മനുഷ്യൻ തുഴയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇതാണ് റിവർ. ഇത് എന്ന് എടുത്തേക്കാം. ഇവിടെ നിന്നാണ് അയാൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അയാള് ഈ തീരം നോക്കിയിട്ട് തുഴയാണ്. ആ തുഴയുന്ന സ്പീഡ് തന്നിട്ടുണ്ട് 4 km/h. പക്ഷെ നദി എന്ന് പറയുമ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് 3 km/h ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് VM എന്ന് കൊടുത്തേക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. VR is equal to 3 km/h ആണ്. അപ്പൊ ഒരിക്കലും അയാൾ ഇവിടെ എത്തിച്ചേരത്തില്ല. അയാൾ എത്തിച്ചേരുന്നത് ഈ പൊസിഷനായിരിക്കും. എത്തിച്ചേരുന്നത്. അതിന്റെ റിസൾട്ടന്റ് വെലോസിറ്റി ഈ ആൽഫ എന്ന് നമുക്ക് ഡയറക്ഷൻ കൊടുത്തേക്കാം. ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1 കിലോമീറ്റർ. ഈ ഡിസ്റ്റൻസ് സപ്പോസ് x എന്ന് എടുത്തേക്കാം. അപ്പൊ 2 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഇവിടുന്ന് എത്ര സമയം കൊണ്ട് അയാൾ ഇവിടെ വരും. 2, അയാൾ എത്ര അകലത്തിലാണ് വന്ന് ചേരുന്നത്. എന്തായാലും അയാൾ ഇവിടെ വരത്തില്ല, അയാൾ ഇവിടെ വരത്തുള്ളൂ. ആ പിക്ചർ നമ്മൾ സങ്കല്പിക്കുക. നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചാൽ മനസ്സിലാവും. നമ്മളിങ്ങനെ ഇങ്ങോട്ടാണ് തുഴയുന്നത്. തുഴഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തത്തുള്ളൂ, ഇപ്പുറത്തെ സൈഡിൽ എത്തത്തില്ല. സ്റ്റിൽ വാട്ടർ ആയിരുന്നെങ്കിൽ ഇവിടെ വരും. പക്ഷെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഇവിടെ വരത്തുള്ളൂ. അപ്പൊ അതിന്റെ 2 കാര്യങ്ങളാണ്. ഒന്ന് ടൈം ചോദിച്ചിട്ടുണ്ട്, x ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ കാണും നോക്കാം. അത് നമുക്ക് ടൈം എടുക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുന്ന വെലോസിറ്റി എത്രയാണ്? 4 km/h. സഞ്ചരിച്ച ദൂരം എത്രയാണ്? 1 കിലോമീറ്റർ. അപ്പൊ ടൈം t is equal to 1 divided by 1 kilometer divided by 4 km/h. അതായത് 1 hour divided by 4. 1 hour എന്ന് പറയുന്നത് 60 ആണെന്ന് നിങ്ങൾക്കറിയാം, മിനിറ്റ്. 60/4 എന്ന് പറയുന്നത് 15 minutes എന്ന് എഴുതും. 15 minutes കൊണ്ടാണ് അയാൾ അപ്പുറത്തെത്തുന്നത്. ഇനി നമുക്ക് x ചോദിച്ചിട്ടുണ്ട് അല്ലെ. ആ x കാണാനായിട്ട് നമുക്ക് ഈ ആംഗിൾ എടുക്കാം. അപ്പൊ tan alpha is equal to, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് x. അഡ്ജസ്റ്റന്റ് സൈഡ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. 1 കിലോമീറ്റർ equal to, ഇവിടുത്തെ വെലോസിറ്റി എത്ര? 3. ഈ വെലോസിറ്റി എത്ര? 4. അപ്പൊ is equal to 3/4 കിലോമീറ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പിൽ നമുക്ക് ആൻസറിലോട്ട് വരാം. ടൈം എത്ര കിട്ടും? 15 മിനിറ്റ് കിട്ടും. ആംഗിൾ വെച്ചിട്ട് x നമുക്ക് കിട്ടും 3/4 കിലോമീറ്റർ എന്ന് കിട്ടും. ഇനി 13th ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ വായിക്കാം. A boatman can row with a speed of 10 km/h in still water. Still waterലായത് തുഴയുന്ന സ്പീഡാണ്. If the river flows steadily at 5 km/h, in which direction should the boatman row in order to reach the point on the other bank, which is directly opposite to the point from where he started? The meaning എത്രയേ ഉള്ളൂ. സപ്പോസ് അയാൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അയാൾക്ക് ഇവിടെ എത്തിച്ചേരുന്നു, ഈ പോയിന്റ് എത്തിച്ചേരുന്നു, ഇവിടെയാണ് എത്തിച്ചേരുന്നത്. എത്തിച്ചേരണമെങ്കിൽ വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റില്ലായിട്ടുള്ള വാട്ടർ അല്ല, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒഴുക്കിനെതിരായിട്ട് അയാൾക്ക് നീന്തേണ്ടി വരും. അയാളുടെ സ്പീഡ് VB, റിവറിന്റെ സ്പീഡ് VR. ഇതാണ് റിസൾട്ടന്റ്. ഇതാണ് ആംഗിൾ ആൽഫ. അപ്പൊ ഇവർക്ക് നമുക്ക് സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു VR/VB എടുക്കാം.
അപ്പോൾ VR തന്നിരിക്കുന്നത് 5 ആണ്, VB 10 ആണ്. ആൽഫ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആൻസർ എത്ര എഴുതാം? ഇത് ആൽഫ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? 60 ഡിഗ്രി. അപ്പോൾ 60 ഡിഗ്രി വിത്ത് അപ്സ്ട്രീം. അപ്സ്ട്രീമിന് എതിരായിട്ട് 60 ഡിഗ്രിയിൽ അയാൾ തുഴഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഓപ്പോസിറ്റ് ബാങ്കിൽ എത്തിച്ചേരും. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Suppose A and B are two vectors making an angle of theta between them. Then what is the magnitude of A minus B? അപ്പോൾ ആൻസർ തന്നിട്ടുണ്ട്. ഇനി 16th ക്വസ്റ്റ്യൻ നോക്കാം. വെക്ടർ A പ്ലസ് വെക്ടർ B അതിന്റെ മാഗ്നിറ്റ്യൂഡ് is equal to minus vector B. Then what is the angle between vector A and vector B? അപ്പോൾ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ A പ്ലസ് വെക്ടർ B എന്നാണത് റൂട്ട് ഓഫ് RA സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB cos theta. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ A മൈനസ് വെക്ടർ B റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ മൈനസ് 2AB cos theta. ഇപ്പോൾ പിക്ചറിൽ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടും ഈക്വൽ ആണെന്നാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? A സ്ക്വയർ റൂട്ട് നമുക്ക് മാറ്റാം. A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB cos theta is equal to ഇത് തമ്മിൽ അപ്പുറം ഉണ്ട്, ക്യാൻസൽ ആയിപ്പോയി. ഈ മൈനസ് 2AB ഇപ്പുറത്ത് വരാം. 4AB cos theta is equal to 0. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, A not equal to 0, B not equal to 0. ഒരു വെക്ടർ എന്ന് പറയുമ്പോൾ അതിന് വാല്യൂ ഉണ്ടാവും. അപ്പൊ എയും ബിയും എന്തല്ല 0 അല്ല. പിന്നെ 0 ഉള്ള ഏതാ? cos theta. അപ്പൊ cos theta ആണ് 0. cos theta എപ്പോഴാണ് 0 ആവുന്ന? അപ്പൊ theta equal to 90 ഡിഗ്രി. ഇത് 2 മാർക്കിനൊക്കെ 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും നല്ലോണം നോട്ട് ചെയ്തേക്കാം. ഇനി 17th ക്വസ്റ്റ്യൻ നോക്കാം. Rain is falling vertically with a speed of 30 km/h. 30 km/h. A woman rides a bicycle with a speed of 10 meters per second in the north to south direction. North to south direction. What is the direction in which she should hold her umbrella? ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതെങ്ങനെ ചെയ്യണം നോക്കാം. ഇവിടെ രണ്ടുപേരും മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. റെയിനും മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്, ആ ലേഡിയും മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി പറയണമെങ്കിൽ ആ ലേഡീനെ നമ്മൾ റെസ്റ്റിംഗ് പോയിന്റിൽ കൊണ്ടുവരണം. റെസ്റ്റിംഗ് പോയിന്റിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ വെലോസിറ്റി നമ്മൾ ആഡ് ചെയ്യണം. അതായത് -VW ഇതിനോടത്തി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ എത്രയാക്കാം? റെസ്റ്റിലാക്കാം. അപ്പൊ ഇവിടെ നമുക്ക് റിസൾട്ടന്റ് കിട്ടണം. അതിന്റെ റിസൾട്ടന്റ് വാല്യൂ വരുന്ന ഈ ഡയറക്ഷനിലാണ്. ആ
ആംഗിളിലായിരിക്കണം ആ ലേഡി എന്ത് പിടിക്കേണ്ട, അംബ്രല്ല പിടിക്കേണ്ടത്. വി ആൽഫ ആന്നിരിക്കട്ടെ. അപ്പോൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു വി ഡബ്ല്യു ഡിവൈഡഡ് ബൈ വി ആർ. ഈ മാഗ്നിറ്റ്യൂഡ് മൈനസ് സൈൻ ഉദ്ദേശിക്കുന്നതിനെ റെസ്റ്റിലാക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അപ്പോൾ നമുക്ക് 10/30. ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/3 എടുക്കാം. അത് നിങ്ങൾക്ക് പിന്നെ സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി. പിന്നെ ആൻസർ 18.3 ഡിഗ്രി എന്ന് കിട്ടും. ഇത് സിമ്പിളാണ്, പക്ഷേ ഇത് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്നേക്ക്. റിലേറ്റീവ് വെലോസിറ്റി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാളെ ഏത് സ്റ്റേറ്റിൽ കൊണ്ടുവരണം, റെസ്റ്റിൽ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇനി 18th question. On a sunny day at 12 noon, you hold the umbrella vertically. If you run at a certain speed, do you need to incline the umbrella? Yes. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരാളെ മൂവ് ചെയ്യുന്ന ഒരാളെ റെസ്റ്റിൽ കൊണ്ടുവരണം. റെസ്റ്റിൽ കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ഇൻക്ലിനേഷൻ വരും. ആ ഇൻക്ലിനേഷനിലായിരിക്കണം ആ അംബ്രല്ല പിടിക്കേണ്ടത്. Explain the resolution. 19th question. Explain the resolution of a vector into. The resolution ഉദ്ദേശിക്കുന്നത് എന്താ, സ്പ്ലിറ്റിംഗ് ഓഫ് എ വെക്ടർ ഇൻറ്റു ഇസ് കമ്പോണന്റ് ആണ്. ഒരു വെക്ടറിനെ ഇൻഫിനിറ്റ് കമ്പോണന്റ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. നമ്മൾ റെക്ടാങ്കുലർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് പറയുമ്പോൾ മാക്സിമം 3 കോർഡിനേറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്, എക്സ് വൈ ഇസഡ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് വിളിക്കുന്നവരാണ് റെസൊല്യൂഷൻ ഓഫ് 2 വെക്ടേഴ്സ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20. 20ൽ 2 ഫോഴ്സസ് F1 തന്നിട്ടുണ്ട്, F2 തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ അവിടെ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. അവിടെ ജസ്റ്റ് കാണുന്നത് FR ഈസ് ഈക്വൽ ടു 20th ക്വസ്റ്റ്യൻ ആണ് F1 പ്ലസ് F2. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ്. 3i ക്യാപ്പ് പ്ലസ് 7j ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ്. ഇതാണ് അതിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. ഇനി 21 question. Find whether the given vector is തന്നിരിക്കുന്നത് 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ്. പിന്നെ തന്നിരിക്കുന്നത് 4i ക്യാപ്പ് പ്ലസ് 6j ക്യാപ്പ് പ്ലസ് 8k ക്യാപ്പ് ആർ പാരലൽ ഓർ നോട്ട്. പാരലൽ ആണോ ഇല്ലയെന്നുള്ള പ്രൂഫാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ എ ക്രോസ് ബി എടുക്കുക. എ ക്രോസ് ബിയുടെ സ്റ്റെപ്പൊക്കെ തന്നിട്ടുള്ളതാണ്. ഇങ്ങനെ എഴുതണം, ഐ ജെ കെ. ഇത് ഡിറ്റർമിനന്റ് എന്ന് പറയും. അപ്പുറം ഇപ്പുറം 2 വര എഴുതുക. ആദ്യം 2 എഴുതുക, 3 എഴുതുക, 4 എഴുതുക, 4 എഴുതുക, 6 എഴുതുക, 8 എഴുതുക. ഐ ഇൻറ്റു ഐ കോളവും ഐ റോയും ഒഴിച്ച് ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 24 മൈനസ് 6 4 24 മൈനസ് ജെ 2 ഇൻറ്റു 8 16 മൈനസ് 16 പ്ലസ് കെ വെക്ടർ 2 ഇൻറ്റു 6 12 3 ഇൻറ്റു 4 12. ആൻസർ കിട്ടും 0. ഇനി എ ക്രോസ് ബിയുടെ ഫോർമുല ഒന്ന് ഓർത്തിരുന്നേക്കാം. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ അല്ലേ. എയുടെ മാഗ്നിറ്റ്യൂഡ് 0 അല്ല, ബിയുടെ മാഗ്നിറ്റ്യൂഡ് 0 അല്ല, പിന്നെ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, എ നോട്ട് ഈക്വൽ ടു 0,
b not equal to 0. Therefore sin theta ആണ് ഇത് 0 ആണെങ്കിൽ a cross b 0 ആണ്. a 0 അല്ല b 0 അല്ല. പിന്നെ എന്താ 0? sin theta equal to 0 ആണ്. അപ്പോൾ theta equal to എത്ര ഡിഗ്രി? 0 ഡിഗ്രി. 0 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പാരലൽ. അപ്പോൾ ആൻസർ പാരലൽ. ഇനി 22q ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ijk. 22 ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ മീൻസ് ijk. ഇതിനെയാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ഇൻ ദ x, y and z ഡയറക്ഷൻ. അതിനെയാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ വരുന്ന മറ്റൊരു 23rd ക്വസ്റ്റ്യൻ. Find the unit vector in the direction of the vector. അപ്പോൾ ഒരു വെക്ടർ തന്നിരിക്കുകയാണ് a is equal to I cap plus 4j cap minus 2k cap. അപ്പോൾ യൂണിറ്റ് വെക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല? വെക്ടർ a ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ a. I cap plus 4j cap minus 2k cap divided by magnitude 1 square. ഇനി 4 square 16. ഇനി ഇതിന്റെ 2 square. അപ്പോൾ ആൻസർ I cap plus 4j cap minus 2k cap divided by root 21. അപ്പോൾ ഇത്രയും വരെ നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് എൻ്റെ ആൻസറാണ് തന്നിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും വരെയുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ആ ഫില്ല് ചെയ്യേണ്ട ഗ്യാപ്പിൽ നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ആക്കുക. സമയം ഉണ്ട് എന്ന് വിചാരിക്കേണ്ട. പോർഷൻസ് കുറച്ചിട്ടും ഇല്ല. പക്ഷെ സ്ട്രെസ് ചെയ്ത പോർഷൻ +1 വരും, +2 വന്ന പോലെ തന്നെ +1 വരും. അത് വെച്ചിട്ട് അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ പരീക്ഷ വരുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എൻട്രൻസ് എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് നിങ്ങളിത് നോക്കേണ്ടി വരും. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും പഠിച്ച് മനസ്സിലാക്കി തന്നെ പോവുക. സംശയമൊന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.